പ്രിയഭക്തരെ, കോങ്ങാട് ശ്രീ തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിൻ്റെ 4ാം ഭാഗം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നു. ഈ ഭാഗത്ത് പ്രധാനമായും രുക്മിണി സ്വയംവര ഘോഷയാത്രയും അനുബന്ധ പരിപാടികളുമാണ്. കാണുക. തുടർന്നുള്ള ഭാഗങ്ങൾക്ക് വേണ്ടി രുക്മിണി സ്വയംവര ഘോഷയാത്ര കോങ്ങാട് തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രത്തിൻ്റെ വടക്കേ നടയിലൂടെ കൊടിമരച്ചുവട്ടിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഒരു കല്യാണത്തിൻ്റെ എല്ലാ ചടങ്ങുകളും വേണമെന്ന് നിർബന്ധമുണ്ട്. അതെല്ലാം ഈ ക്ഷേത്ര ആഘോഷങ്ങളിൽ നമുക്ക് കാണാം.
ഭാഗവത പാരായണത്തിൻ്റെ പശ്ചാത്തലത്തിൽ രുക്മിണി സ്വയംവര ഘോഷയാത്ര അടിവെച്ച് അമ്പലം പ്രദക്ഷിണം വയ്ക്കുകയാണ്. ആ മനോഹരമായ ഭക്തി നിർഭരമായ കാഴ്ചയിലേക്ക് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.
ഭക്തിയുടെ പാരമ്യതയിൽ ഗോപികമാരുടെ ഗോപികാ നൃത്തത്തെ അനുസ്മരിക്കും വിധം നൃത്തം ആരംഭിക്കുകയായി. മനോഹരമായ ആ നൃത്തച്ചുവടുകളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം.
അതാണ് രൂപ വീര്യ ഗുണ. ഭഗവാന്റെ ഗുണം എന്താ? രുക്മിണി ദേവി വിദർഭയിലെ രാജകുമാരിയാണ്. ഭീഷ്മക മഹാരാജാവിൻ്റെ മകള്. ഭീഷ്മകർക്ക് ഈ രുക്മിണിക്ക് മുമ്പേ 5 ആമക്കളുണ്ട്. രുക്മി, രുക്മരഥൻ, രുക്മബാഹു, രുക്മകേശി, രുക്മമാലി. 5 കണക്കാണ്. കംസനെ ആരാധിക്കുന്നവരാ, ജരാസന്ധന്റെ കൂട്ടുകാരാണ്. പിന്നെ ശിശുപാലനും ദന്തഭക്തനും ശാന്തനും ഒക്കെയാണ് അവരുടെ ഒപ്പമുള്ളവർ. എല്ലാവരും കൃഷ്ണനോട് അസൂയുള്ളവര്. കൃഷ്ണന്റെ ആ ഒരു കേമത്തം കേട്ടിട്ട് സഹിക്കുന്നില്ല. ലോകത്ത് സകല പെൺകുട്ടികളുടെ മനസ്സിൽ ഈ കൃഷ്ണാചാരം. അപ്പൊ നമുക്കൊന്നും വേടി കഴിക്കേണ്ടി വരും. എവിടെ ചെന്ന് ചോദിച്ചാലും അതെ. നമ്മളൊക്കെ പിന്നെ എന്തിനാ മീശ വെച്ച് നടക്കണത്? കൃഷ്ണനോട് അസൂയ ഉണ്ടാവാൻ വേറെ വലുതും വേണോ അവർക്ക്? മാത്രല്ല, കംസനെ കൊന്നപ്പോ അദ്ദേഹത്തിന്റെ ഭാര്യമാര് ജരാസന്ധന്റെ അടുത്തേക്ക് ചെന്നു, അച്ഛൻ്റെ അടുത്തേക്ക്. ജരാസന്ധൻ 23 അക്ഷൗഹിണി സൈന്യവും കൊണ്ട് 17 പ്രാവശ്യം ആക്രമിച്ചു മുതലേ. 23 അക്ഷൗഹിണി. കുരുക്ഷേത്ര യുദ്ധത്തിൽ 18 ഉണ്ടായിരുന്നു എന്ന് ആലോചിക്കാം. 23 അക്ഷൗഹിണി സൈന്യവും കൊണ്ട് 17 പ്രാവശ്യം ആക്രമിച്ചു ദ്വാരകയെ, മഥുരയെ. ജയിക്കാൻ സാധിച്ചില്ല. അതാണ് കൃഷ്ണന്റെ വീര്യം, അതാണ് കൃഷ്ണന്റെ പരാക്രമം. അപ്പോ പരാക്രമശാലികളായിട്ടുള്ള അന്നത്തെ രാജാക്കന്മാർക്ക് അസൂയ ഉണ്ടാവാണ്ടിരിക്കും. രൂപം കണ്ടാലും അസൂയ തോന്നും, പരാക്രമം കണ്ടാലും അസൂയ തോന്നും. മാത്രമല്ല, ഇവൻ എപ്പോട്ടെ ചെന്നാലും എന്തൊരു ഐശ്വര്യമാണ് അവരൊക്കെ. ആൾക്കാരെ വരും കൃഷ്ണനല്ല, ശ്രീകൃഷ്ണൻ എന്നാണ് വിളിച്ചത്. ശ്രീ അവന്റെ ഒപ്പമുണ്ട്, അവന്റെ പിന്നാലെ നടക്കും. എന്തുകൊണ്ടും എല്ലാവർക്കും അസൂയ തോന്നുന്ന, എങ്ങനെയെങ്കിലും അവനൊന്ന് നശിച്ചു എന്ന് കേട്ടാൽ മതി എന്ന് തോന്നുന്ന നിലയിലാണ് കൃഷ്ണന്റെ നിൽപ്പ്. അങ്ങനെ എല്ലാം തികഞ്ഞു നിൽക്കുമ്പോഴും എന്തെങ്കിലും അവനെ കുറിച്ച് കുറ്റം പറയണ്ടേ? എന്തെങ്കിലും ഒരു പോരായ്മ പറയണ്ടേ?
ഈ ശിശുപാലനും രുക്മി മുതലായിട്ടുള്ളവരൊക്കെ പറയാറുള്ളത്, വൃന്ദാവനത്തിൽ വെച്ചിട്ട് ആ ഗോപികമാരുടെ കൂടെ കളിച്ച് അവസാനം ഒരക്ഷരം കണ്ടാട്ട് പോയി അവിടെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. പിന്നെ ഇങ്ങനൊരു നന്ദി കെട്ടവനുണ്ടോ, ഇങ്ങനൊരു സ്നേഹമില്ലാത്തവനുണ്ടോ, ഇതൊക്കെയാണ് അവർ പറഞ്ഞു നടക്കുന്നത്. എന്നാൽ ഗോപികമാരോട് ആയാസ്യെ എന്ന് പറഞ്ഞിരുന്നത് മാത്രമല്ല, ഉദ്ധവൻ എന്ന തൻ്റെ പ്രിയപ്പെട്ട ഭൃത്യനെ പറഞ്ഞയച്ച് കൃഷ്ണൻ അവരെ മറന്നിട്ടില്ല എന്ന് ബോധിപ്പിച്ചിട്ടുണ്ട്. ഗോപികമാർക്ക് ചുറ്റിലും കാണുന്ന എല്ലാത്തിലും കൃഷ്ണനെ കാണാം. കൃഷ്ണൻ നമ്മളെ മറന്നുമാവോ എന്ന് മാത്രമേ അവർക്ക് സങ്കടം കാണുന്നുള്ളൂ. പക്ഷെ എവിടെ പോയാലും എന്നെ മറക്കാതിരുന്നാൽ മതി, അത്രയും വേണ്ടു. പതിപ്പതയായിട്ടൊരു സ്ത്രീക്ക് എവിടെ പോയാലും എന്നെ മറക്കാതിരുന്നാൽ മതി. കൃഷ്ണൻ മറക്കില്ല. രുക്മിണി അത് കേട്ടിട്ടുണ്ട്. അതാണ് കൃഷ്ണന്റെ ഗുണം. അതുപോലെ ഹസ്തനപുരത്തില് കൃഷ്ണന്റെ അച്ഛനങ്ങളായിട്ടുള്ള കുന്തി ദേവിയും 5 മക്കളും കഷ്ടപ്പെടുക. അങ്ങനെ എപ്പോഴും ഒപ്പം നിന്ന് സ്നേഹിച്ചവരെയും ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്തവരെയും ഞാനുണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് സംരക്ഷിക്കുന്നവരാണ് കൃഷ്ണൻ. ആ കൃഷ്ണൻ ഇതുപോലെ കണ്ടിട്ടില്ലാത്ത എന്നെയും എൻ്റെ ഉള്ളിൽ പ്രാർത്ഥന മനസ്സിലാക്കിയിട്ട് രക്ഷിക്കാതിരിക്കുമോ, അവൻ എൻ്റെ കൈ പിടിക്കാതിരിക്കുമോ? എന്നെ മറ്റൊരാൾക്കും വിട്ടുകൊടുക്കില്ല കൃഷ്ണൻ. രുക്മിണിയുടെ പ്രതീക്ഷ അതാണ്. രൂപം, വീര്യം, ഗുണം, ശ്രീ എന്തുകൊണ്ടും കൃഷ്ണൻ തന്നെയാവണം തൻ്റെ ഭർത്താവ്. രുക്മിണി ദേവി ഉള്ളിൽ ആഗ്രഹിച്ചു. പക്ഷേ ആഗ്രഹിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല. ആ കുട്ടിക്ക് അറിയാം, ആഗ്രഹിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല. കൃഷ്ണന്റെ ആവണമെങ്കിൽ നമ്മൾക്ക് അതിനുള്ള സുഹൃതം വേണം, നമ്മൾക്ക് അതിനുള്ള ഭാഗ്യം വേണം, നമ്മൾക്ക് അതിനുള്ള മനഃശുദ്ധി വേണം. ഗോപികമാരെങ്ങനെയാ കൃഷ്ണന്റെ ആയത്? രുക്മിണി ദേവി കഥകളിലൂടെ കേട്ടിട്ടുണ്ട്. അവരൊക്കെ ഭഗവതിയെ സേവിച്ചു. കാത്യായനി, മഹാമായേ, മഹായോഗിന്യധീശ്വരി, നന്ദഗോപസുതം ദേവി പതിമേ കുരു തേ നമഃ. ഭഗവതിയെ സേവിച്ചിട്ടാണ്. അന്നല്ല ഇന്നും ഒരാൾ കൃഷ്ണങ്കിലേക്ക് മനസ്സുള്ളവനായി തീരുന്നെങ്കിൽ മുമ്പേ ഏതെങ്കിലും ഒരു ഭഗവതിയെ സേവിച്ചതിന്റെ ഗുണം കൊണ്ടായിരിക്കും. കൊടുങ്ങല്ലൂരമ്മയെ സേവിച്ചിട്ടാണ് വാഴകുന്നം ഗുരുവായൂരപ്പന്റെ ഭക്തനായത്. ചന്ദ്രകാവലമ്മയെ സേവിച്ചിട്ടാണ് മേൽപ്പത്തൂര് ഗുരുവായൂരപ്പന്റെ ഭക്തനായത്. മൂക്കോല ഭഗവതിയെ സേവിച്ചിട്ടാണ് കൂടലൂര് ഗുരുവായൂരപ്പന്റെ ഭക്തനായത്. അങ്ങനെയാണ്, അങ്ങനെ വരും. തിരുമാതാമുദ്ര സേവിച്ചിട്ടാണ് പൂന്താനം ഗുരുവായൂരപ്പന്റെ ഭക്തനായത്. ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ടേ ഗുരുവായൂരപ്പന്റെ അടുത്തേക്ക് എത്താൻ പറ്റുള്ളൂ. അത് അന്നായാലും ഇന്നായാലും. രുക്മിണി ദേവി എന്തൊരു ആശ്രയഭാവത്തോടു കൂടിയിട്ടാണ് അവരുടെ പരദേവതയായിട്ടുള്ള ശ്രീപാർവതിയെ എന്നും പിന്നെ സേവിച്ചിരുന്നത്. നമസ്യേ ത്വാംബികേ ഭീക്ഷണം സ്വസന്താനയുതാം ശിവാം ഭൂയാത്മജന്മീ ഭഗവാൻ കൃഷ്ണ തദനുമോദത. അത് മാത്രമേ രുക്മിണിക്ക് പ്രാർത്ഥിക്കാവുള്ളൂ. രാജകൊട്ടാരത്തിലാണ്, വേണ്ടത്ര പഠിപ്പുണ്ട്, സൗന്ദര്യമുണ്ട്, എല്ലാം ഉണ്ട്. ഒരേ ഒരു കുറവേ ഉള്ളൂ, കൃഷ്ണന്റെ ആയിട്ടില്ല. അത് തീർത്തു തരാൻ ഭഗവതിക്കല്ലാതെ മറ്റാർക്കും സാധിക്കില്ല. രുക്മിണി ദേവി ഭഗവതിയോടത് മാത്രമേ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. ഭൂയാത്മധർമ്മേ ഭഗവാൻ കൃഷ്ണ, എനിക്ക് ഭഗവാൻ കൃഷ്ണൻ നാഥനായി വരയണമേ. അതിനുവേണ്ടി അമ്പലത്തില് വഴിപാട് കഴിച്ചു, വ്രതങ്ങൾ അനുഷ്ഠിച്ചു എന്ന് മാത്രമല്ല, ഭഗവതി എന്ന് പറയുന്നത് ഒരു ക്ഷേത്രത്തിൽ ഒരു വിഗ്രഹത്തിൽ കുടികൊള്ളുന്നവൾ മാത്രമല്ല, മൂലപ്രകൃതിയാണ്. ഈ പ്രകൃതി മുഴുവൻ അമ്മ തന്നെയാണ്. ഈ പ്രകൃതിയിൽ ഓരോരുത്തർക്കും തന്നെ കൊണ്ട് എന്ത് സേവ ചെയ്യാൻ പറ്റും? വേണ്ടവർക്ക് അന്നം കൊടുക്കണം, വിശക്കണവർക്ക്. വേണ്ടവർക്ക് വസ്ത്രം കൊടുക്കണം, ധനം കൊടുക്കണം. ചിലരുടെ അടുത്ത് ചെന്നിട്ട് അവർക്ക് വസ്ത്രമോ ഭക്ഷണമോ ഒന്നുമല്ല ആവശ്യം, ഒരു നല്ല വാക്കാണെങ്കിൽ ചേർത്ത് പിടിച്ച് നല്ല വാക്ക് പറയണം. ഇങ്ങനെ നമ്മുടെ ചുറ്റിലുമുള്ള മനുഷ്യരെയും മൃഗങ്ങളെയും
പക്ഷികളെയും മരങ്ങളെയും ഈ പ്രകൃതിയിൽ ഓരോന്നിനെയും സേവ ചെയ്യാനുള്ള എല്ലാ അവസരങ്ങളും ആ കുട്ടി പരമാവധി ഉപയോഗിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിലെ വിഗ്രഹത്തിലുള്ള ഭഗവതിയെ സേവിക്കുന്നുണ്ട്, ഈ പ്രകൃതിയിലുള്ള ഓരോന്നിലും നിറഞ്ഞിരിക്കുന്ന ഭഗവതിയെ സേവിക്കുന്നുണ്ട്. എന്നെ കൃഷ്ണന്റെ ആക്കണേ, മറ്റൊന്നും അവൾക്ക് വേണ്ട. അങ്ങനെ കാത്തിരുന്ന കുട്ടി. പക്ഷേ ഏട്ടന്മാര് ഇത് മനസ്സിലാക്കി വേറെ ആർക്ക് കൊടുത്താലും വേണ്ടില്ല, അങ്ങനെ കൊടുത്തില്ല എന്ന് തീരുമാനിച്ച് ശിശുപാലനെ കൊണ്ടുവന്നു ഈ രുക്മിണിയെ കല്യാണം കഴിപ്പിക്കാൻ. നോക്കൂ, ഏട്ടൻ ഇല്ലാച്ചല്ലോട്ടു. അനുജത്തിയുടെ മനസ്സ് ഒട്ടും മനസ്സിലാക്കാത്ത ഏട്ടൻ. അല്ല, അനുജത്തി എന്താണോ ആഗ്രഹിക്കുന്നത് അതിന്റെ വിപരീതം മാത്രം ചെയ്യുന്ന ഏട്ടന്മാരെ. 5 ഏട്ടന്മാരും കൂടിയിട്ട് എന്നും കൃഷ്ണനെ കുറ്റം പറയുന്ന ശിശുപാലനെ കൊണ്ടുവന്നു. ഈ കുട്ടി എന്ത് ചെയ്യും? മറ്റാരോട് പറയും? വീണ്ടും ഭഗവതിയുടെ നടക്കിലെത്തി ശിവപാർവതിയോട് ചോദിച്ചു, അമ്മേ, ഞാൻ എത്ര തൊഴുതു, എത്ര നമസ്കരിച്ചു, എത്ര നാമം ജപിച്ചു, എന്തെല്ലാം വഴിപാട് കഴിച്ചു, ഞാൻ പറഞ്ഞതൊന്നും അമ്മ കേട്ടില്ലാതുണ്ടോ? പലരും പറയാറുണ്ട് അകത്തിരിക്കുന്ന ഭഗവതി കല്ലാണ്, കല്ലാണ്. എനിക്ക് തോന്നിയിട്ടില്ല അതുവരെ. പക്ഷെ ഇപ്പോ ഞാൻ ചോദിക്കുക, അമ്മ കല്ലാണോ? ഞാൻ ഇതുവരെ പ്രാർത്ഥിച്ചതൊന്നും അമ്മ അറിഞ്ഞിട്ടില്ലേ? ഈ കരച്ചിൽ കേട്ടാൽ ഭഗവതിക്ക് എങ്ങനെ ഇരിക്കാൻ പറ്റുക? ശിവനും ശ്രീപാർവതിയും ഒരാൾ കിഴക്കോട്ടാച്ച മറ്റാൾ പടിഞ്ഞാട്ടാ, അങ്ങനെയാണല്ലോ അമ്പലങ്ങളിലൊക്കെ. സ്വതവേ അങ്ങനെയല്ല. ശിവശക്തിയാ യുക്തോ യതിഭവതി ശക്തപ്രഭവിതം. എപ്പോഴും അടുത്തടുത്ത് ശിവന്റെ മടിയിലാണ് ശിവകാമേശ്വരാംഗസ്ഥ ആയിട്ടാണ് ഭഗവതി ഇരിക്കുക. പക്ഷേ ഈ ചിത്രകേതു നമ്മൾ 6ാമത്തെ സ്കന്ധത്തിൽ കേട്ടില്ലേ, അയ്യയ്യേ സഭയിൽ ഇങ്ങനെ ഭാര്യ മടിയിൽ വെച്ചിരിക്കെ എന്ന് ചോദിച്ചപ്പോ ഇനിയിപ്പോ അതുപോലെ ആൾക്കാർക്ക് തോന്നിക്കണ്ട എന്ന് വിചാരിച്ച് നട തുറന്നിരിക്കുന്ന സമയത്തൊക്കെ ശ്രീപാർവതി കിഴക്കോട്ട്, ശിവൻ പടിഞ്ഞാട്ട്, അല്ലെങ്കിൽ ശിവൻ കിഴക്കോട്ട്, ശ്രീപാർവതി പടിഞ്ഞാട്ട്. നടടച്ച് പോയി കഴിഞ്ഞാൽ രണ്ടാളും കൂടി അടുത്തടുത്തിരിക്കും. അല്ലാണ്ട് എന്താ ചെയ്യുക? ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കണ്ട. എന്നാൽ ഭഗവതിക്ക് അന്ന് നടടക്കുന്നതിന് മുമ്പ് തന്നെ ഇരിക്കപ്പോതില്ലേണ്ടേ രുക്മിണിയുടെ കരച്ചിൽ കേട്ടിട്ട് വിളിച്ചു, മഹാദേവൻ, എന്താ പാർവതി നടടച്ചിട്ടില്ല? അത് പറഞ്ഞിട്ട് കാര്യമില്ല, എന്റെ കുട്ടി കരയും, ഈ കുട്ട കരച്ചിൽ മാറ്റിക്കൊടുക്കും. പാർവതി അതൊക്കെ പിന്നെയാവും, പറ്റില്ല, ഇപ്പൊ വേണം. പണ്ട് ആ ശിവരാത്രി മഹാത്മ്യത്തിൽ പറയാറുള്ള പോലെ ഇവള് കരയുകയാണെങ്കിൽ ഇനി ഞാനും കരയും. അതിൽ പറയണില്ലേ ശിവരാത്രി മഹാത്മ്യത്തില്, ഇവള് നനഞ്ഞ മുണ്ട് കൊടുക്കുകയാണെങ്കിൽ ഞാനും നനഞ്ഞ മുണ്ട് കൊടുക്കും, ഇവള് മുടി കഴിച്ചിട്ട് നിൽക്കുകയാണെങ്കിൽ ഞാനും മുടി കഴിച്ചിട്ട് നിൽക്കും, ഇവള് നെറ്റത്ത് പൊട്ടു തൊഴിലില്ല വെച്ചാൽ ഞാനും പൊട്ടു തൊഴിലില്ല. ഇങ്ങനൊരു വാശിയാണ്. എന്റെ പാർവതി ഇങ്ങനെയൊക്കെ വേണം. എന്നാൽ ഈ കുട്ടിക്ക് കൃഷ്ണനെ കൊടുത്തു കൊടുക്കൂ. മഹാദേവൻ എന്തായാലും മറ്റേ നടയിൽ കൂടെ ഇറങ്ങി കുട്ടിയുടെ അടുത്തെത്തുമ്പോഴേക്കും ഒരു ബ്രാഹ്മണന്റെ രൂപം. എന്തിനാ കുട്ടി ഇങ്ങനെ കരയണം? നാളെ വിവാഹമല്ലേ, ഇങ്ങനെ കരഞ്ഞാണെന്നോ? എന്റെ വിവാഹമൊന്നുമില്ല. അത് കൂടുതൽ പറയരുത്, നിർത്തൂ. കുട്ടിയുടെ മംഗളം തന്നെയാണ് നടക്കാനിരിക്കുന്നത്. എന്താ കുട്ടിയുടെ മനസ്സിൽ? കൃഷ്ണനെ കിട്ടണം എന്നല്ലേ? ഞാൻ കൊണ്ടുവന്ന് തരാം. ഒരു എഴുത്ത് തരൂ, ഞാൻ പോയിട്ട് പറയാം കൃഷ്ണനോട്, കൃഷ്ണനെ കൊണ്ടുവന്ന് തരാം. ആ ബ്രാഹ്മണൻ അങ്ങനെ രുക്മിണിയുടെ ഒരു സന്ദേശവും വാങ്ങിയിട്ട് അതിവേഗത്തിൽ ദ്വാരകയിലേക്ക് പറന്നു. കടലിന്റെ നടുക്ക മധുര വിട്ടിട്ട് അങ്ങ് പടിഞ്ഞാറ് കടലിന്റെ നടുക്ക് കുശസ്ഥലിൽ നിന്നുണ്ടായിരുന്ന ഒരു കൊട്ടാരത്തിനെ പുതുക്കിപ്പണിത് ദ്വാരകയാക്കിയിട്ട് താമസിക്കുക. പറക്കാൻ പറ്റുന്നു എത്ര വേഗം. എന്തായാലും അവിടെ ചെന്ന് ഭഗവാനെ കണ്ടപ്പോൾ ഭഗവാനാണെങ്കിൽ ഒരു പരിഭ്രമമില്ല, അവ്യഗ്ര, യാതൊരു പരിഭ്രമമില്ല. പരിഭ്രമം മുഴുവൻ ബ്രാഹ്മണനാണ്. വരൂ, ഇരിക്കൂ, കാലം എഴുതിക്കട്ടെ, പൂജിക്കട്ടെ. ഇതിനൊന്നും നേരെ എനിക്കൊരുട്ടം പറയാം, അന്ന് അവിടെ നിന്ന് ഇരിക്കുവോ? ഒരു പരിഭ്രമം ഭഗവാനില്ല. അവസാനം ലോകത്തെല്ലായിടത്തും ധർമ്മമൊക്കെ വേണ്ട പോലെ പരിപാലിക്കപ്പെടുന്നില്ലേ? ഏതേത് നാടുകളിലാണ് ധർമ്മം പരിപാലിക്കപ്പെടുന്നത് അവിടെ ബ്രാഹ്മണര് സുഖമായിരിക്കും.
ബ്രാഹ്മണൻ സുഖമായിരിക്കുന്നത് ഏത് നാട്ടിലാണ്, ആ നാട്ടിലെ രാജാവിന് എൻ്റെ പ്രിയം എപ്പോഴും ഉണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അതേ പറയേണ്ട ഒരു എഴുത്ത് കൊണ്ടുവന്നുള്ളതൊന്ന് വായിച്ചു നോക്കൂ. ആ എഴുത്ത് കിട്ടിയപ്പോ തുറന്നു നോക്കിയപ്പോ ഭുവനസുന്ദര എന്നൊരു സംബോധന കണ്ടു. ഭഗവാൻ അറിയാലോ, ഭഗവാൻ അറിയാത്തത് എന്തെങ്കിലും ഉണ്ടോ? ഈ സംബോധനയിലുണ്ടെല്ലാം ഈ ഭുവനത്തിൽ ഏറ്റവും സുന്ദരനായവനെ, ഈ ഭുവനത്തെ സുന്ദരമാക്കുന്നവനെ. ഭഗവാൻ ഉള്ളിലില്ലെങ്കിൽ ഈ വിശ്വത്തിൽ ഏതെങ്കിലും വസ്തുവിന് സൗന്ദര്യം ഉണ്ടോ? മാത്രമല്ല ഈ ഭുവനം സുന്ദരമാണെന്ന് എനിക്ക് തോന്നാൻ കാരണമായവനെ. രുക്മിണി എന്ന രാജകുമാരി ഭഗവാൻ കൃഷ്ണൻ ഇവിടെ അവതരിച്ചിട്ടുണ്ട്, ഭഗവാൻ തന്റെ കൈ പിടിക്കുമായിരിക്കും എന്ന പ്രതീക്ഷ കൊണ്ടാണ് ഈ ലോകം സുന്ദരമാണ് എന്ന് കാണുന്നത്. എപ്പോ ഭഗവാൻ തന്റെ കൈ പിടിക്കാൻ വരുന്നില്ല എന്ന് തോന്നുന്നു, ആ നിമിഷം ഈ ലോകം ഒട്ടും സൗന്ദര്യമില്ലാത്തതാവും. ഞാനിത് ഉപേക്ഷിക്കും, ഞാനിത് ഉപേക്ഷിക്കും, മറ്റെവിടെങ്കിലും പോയി ജനിക്കും, വീണ്ടും നാമം ജപിച്ചിരിക്കാൻ, അങ്ങയെ കാത്തിരിക്കാൻ. രുക്മിണിയുടെ ആ വാക്ക് മുഴുവൻ ഒരൊറ്റ സംബോധനയിലുണ്ട്, ഭുവനസുന്ദര. ഭഗവാൻ പറഞ്ഞു, ബ്രാഹ്മണ പോവാ, പുറപ്പെട, തേരി കയറും. അപ്പൊ ബാക്കി എടുത്ത് വായിക്കേണ്ടേ ഭഗവാൻ? അത് പോണ വഴിക്ക് വായിക്കാലോ. പോവാ. രണ്ടാളും കൂടി തേരി കയറി അതിവേഗത്തില് പുറപ്പെട്ടു പോയി. ഏട്ടൻ ബലരാമൻ സദസ്സിന് എന്തോ പുറത്തേക്കൊന്ന് പോയി തിരിച്ചിങ്ങോട്ട് വരുമ്പോഴേക്കും കൃഷ്ണൻ അവിടെ ഇല്ല. കാവൽക്കാർ പറഞ്ഞു, ഒരു ബ്രാഹ്മണൻ വന്നു, രണ്ടാളെ കൂടി ധൃതി പിടിച്ചു പോയി. അതിപ്പോ എവിടേക്കാ പോയി? യോഗശക്തി കൊണ്ട്, ദിവ്യദൃഷ്ടി കൊണ്ട് ബലരാമൻ കണ്ടു. അത് വിദഗ്ധരിക്കാൻ പോയിരിക്കണേ, കുണ്ടിരപുരത്തിലേക്ക്, അവിടുത്തെ രാജകുമാരിയുടെ വിവാഹരംഗത്തിലേക്ക് തട്ടിക്കൊണ്ടുപോരാൻ. അവിടെ എന്താ കഥ എന്ന് ഇയാൾക്ക് വലുതറിയോ? അവിടെ ജരാസന്ധനുണ്ട്, രുക്മിണി മുതലായവരുണ്ട്, ശിശുപാലനുണ്ട്, ദന്തഭക്തനുണ്ട്, വിദൂരഥനുണ്ട്, ശാൽവനുണ്ട്. എല്ലാവരും ഒട്ടനവധി സൈന്യവുമായിട്ട് അവിടെ വന്ന് നിൽക്കുകയാണ്. സകലരും തമ്മിൽ പറയുന്നുണ്ട്, വരണുണ്ട് ഒരുത്തൻ, ഇപ്രാവശ്യം വിടരുത്. ഇതിന്റെ ഇടയിലേക്കാണല്ലോ കൃഷ്ണൻ ഒരു ബ്രാഹ്മണന്റെ കൈ പിടിച്ച് പോയിരിക്കണം. അല്ല, അവരൊക്കെ കൂടി ആക്രമിക്കാൻ വന്നാൽ കൃഷ്ണനെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് ബലരാമന് സംശയമൊന്നുമില്ല. പക്ഷേ രുക്മിണിക്ക് പേടിയായാലോ? അത് പാടില്ല. എന്റെ കൃഷ്ണനെ കൊതിച്ചൊരാൾക്ക് ഒരു ഭയവും വരാൻ പാടില്ല. ഞാനിവിടെ ഉള്ളപ്പോൾ ബലരാമൻ അതിവേഗത്തിൽ തന്റെ മുഴുവൻ സൈന്യവും കൊണ്ട് വിദർഭയിലേക്ക്, കുണ്ടപുരിയിലേക്ക് എത്തിച്ചേർന്നു. ബ്രാഹ്മണനും കൃഷ്ണനും ചെന്ന് ഇറങ്ങുമ്പോഴേക്കും ഏട്ടനും സൈന്യവും റെഡി. കൃഷ്ണൻ ഓടി ചെന്ന് ഏട്ടനോട് പറഞ്ഞത്, ഏട്ടാ ഞാൻ കുറച്ച് ധൃതി പിടിച്ചു പോന്നു, ഏട്ടനോട് പറയാൻ പറ്റിയില്ലേ? ബലരാമൻ പറഞ്ഞത്രേ, കൃഷ്ണ അത് നിന്റെ കുറ്റമല്ല, ഏട്ടനായിട്ടുള്ള ഞാനല്ലേ വിചാരിക്കേണ്ടത്? എന്റെ വേടി കഴിഞ്ഞു, നിനക്കും വേണ്ടേ ഒരു വേടി എന്ന് ഞാനല്ലേ ചിന്തിക്കേണ്ടത്? ഏട്ടനായിട്ടുള്ള ഞാനിവിടെ ഉള്ളപ്പോ നിന്റെ വേടിക്ക് നീ തന്നെ ഇറങ്ങി പുറപ്പെട്ട് വരേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ എന്തിനാ? പറ്റിയത് പറ്റി, ഇനി ഒരബദ്ധം പറ്റില്ല. ബ്രാഹ്മണ ചെന്ന് പറയുക കുട്ടിയോട്, രാമൻ വന്നിട്ടുണ്ട് കൃഷ്ണനെ കൊണ്ടെന്ന്. ബ്രാഹ്മണൻ നമസ്കരിച്ച് അങ്ങോട്ട് പോകുന്ന വഴിയിൽ ഭീഷ്മ മഹാരാജാവിന്റെ കൊട്ടാരത്തിൽ ചെന്ന് പറഞ്ഞു, രാമകൃഷ്ണന്മാർ വന്നിട്ടുണ്ട് കേട്ടോ. മഹാരാജാവിനുണ്ടായൊരു സന്തോഷം, തൻ്റെ മകളുടെ കല്യാണമാണ് നാളെ, ഭഗവാൻ സ്വയം എഴുന്നള്ളി വന്നിരിക്കണം. സ്വതേ വിവാഹത്തിന് ഏതെങ്കിലും നടക്കിൽ അവിടെ കൊണ്ടുവച്ച് വിവാഹം കഴിപ്പിക്കുക, അങ്ങനെയൊക്കെയാണ്. അമ്പലത്തിന്റെ നടയിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോകാൻ. ഇതല്ല, ഭഗവാൻ സ്വയം ഇങ്ങോട്ട് വന്നിരിക്കണം. വൈദികമായിട്ടുള്ള വിവാഹമാണെങ്കിൽ അഗ്നി ജ്വലിപ്പിച്ച് അതിൽ ഈശ്വരൻ, അഗ്നിസ്വരൂപനായ ഈശ്വരൻ എന്ന് സങ്കല്പിച്ച് ആരാധിച്ചിട്ടാണ് വിവാഹം ചെയ്യുക. തന്റെ കുട്ടിയുടെ ഭാഗ്യം, ഭഗവാന്റെ സാന്നിധ്യത്തിൽ വിവാഹം നടക്കുമല്ലോ. അത്രയും ഭീഷ്മ മഹാരാജാവും വിചാരിച്ചു കേട്ടോ, കുട്ടിയെ തന്നെ കൊണ്ടുപോകുന്നു അദ്ദേഹത്തിന് അറിയില്ല. നല്ലൊരു കൊട്ടാരത്തില് കൃഷ്ണരാമന്മാരെ കയറ്റി പാർപ്പിച്ചു. ബ്രാഹ്മണൻ പതുക്കെ രുക്മിണി ദേവിയുടെ അടുത്തെത്തി. രുക്മിണി ദേവി ആണെങ്കിൽ പോയ ബ്രാഹ്മണന്മാരുടെ കാണാനില്ല. അദ്ദേഹത്തിന് കൃഷ്ണനെ കാണാൻ പറ്റിയിട്ടുണ്ടാവില്ലേ, തന്റെ സന്ദേശം കൊടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ലേ, ഭഗവാൻ അത് വേണ്ട പോലെ ഉൾക്കൊണ്ടിട്ടുണ്ടാവില്ലേ, ഭഗവാൻ വരാൻ മടിക്കുമോ? ഇങ്ങനെ പലതും ചിന്തിച്ച് വിഷമിച്ച് കിടക്കുമ്പോഴാണ്
ശരീരത്തിൻ്റെ ഇടതുവശം മുഴുവൻ തുടിക്കുന്നതായി തോന്നിയത്. നല്ലത് വരാൻ പോണു. കണ്ണു തുറന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ബ്രാഹ്മണനുണ്ട്, പരിഭ്രമമില്ലാണ്ട് വരണം. വേഗം അദ്ദേഹത്തെ പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ചു. ഒന്നും പത്താമത്തെ പോലെ പറയേണ്ടതില്ല. മൗനം കൊണ്ട് തന്നെ പൂർണ്ണ അനുഗ്രഹം. ബ്രാഹ്മണൻ അവിടെ നിന്ന് പോയി. പിന്നെ രുക്മിണി ദേവിക്ക് ഉറക്കം വന്നില്ല കേട്ടോ. ഇനിയിപ്പോ വിളിക്കാൻ വരും തോഴിമാരെ വേണ്ട പോലെ കുളിപ്പിക്കാനും അലങ്കരിക്കാനും അങ്ങനെ ക്ഷേത്രത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനും ഒക്കെ ആയിട്ട് ഉറക്കം വരാതെ കിടക്കുക. എന്നാൽ ജനങ്ങളാകട്ടെ തലേ ദിവസം വന്നിട്ടുണ്ട് നമ്മുടെ ശിശുപാലൻ. എല്ലാവരും പോയി കണ്ടിരുന്നു രുക്മിണിക്ക് വരുന്ന വരൻ ആരാന്നറിയാൻ. അപ്പോഴാണ് വിവാഹത്തിന്റെ തലേ ദിവസം സന്ധ്യ കഴിഞ്ഞത് പിന്നെ പുതിയൊരു കൊട്ടാരത്തില് വിളക്ക് വെച്ചത്. അങ്ങോട്ട് ചെന്ന ജനങ്ങളൊക്കെ കാണുന്നത് കൃഷ്ണനെ. എല്ലാവരുടെയും ഹൃദയം പറഞ്ഞു, അസ്യവ ഭാര്യ ഭഗതം രുക്മിണി അർഹതി നാപര അസാപപ്യനവദ്യാത്മാ ഭേഷ്ണ സംജിതപതി കിഞ്ചിൽ സുചരിതം എന്ന സ്തേനദുഷ്ട സ്ത്രീലോകകൾ അനുഗൃഹാതു ഗൃഹാതു വൈദർഭ്യ പാണിമച്ചുത. കൃഷ്ണന് വേണ്ടി ഉണ്ടായതാ രുക്മിണി, രുക്മിണിക്ക് വേണ്ടി ഉണ്ടായതാ കൃഷ്ണൻ. നമ്മൾ ചെയ്ത സകല പുണ്യങ്ങളും തൃക്കാലത്ത് വെച്ച് നമസ്കരിക്കാം. ഒരേ ഒരു അനുഗ്രഹം മതി, ഞങ്ങളുടെ കുട്ടിയെ കൈപിടിച്ചു കൊണ്ടുപോകാൻ. ഭഗവാന് രുക്മിണിയുടെ മഹിമയില് ശരിക്കും അത്ഭുതം തോന്നി, അഭിമാനം തോന്നി. ഇങ്ങനൊരുവൾ തന്നെയാണ് എൻ്റെ ഭാര്യയാവേണ്ടത്. വെറുതെ ഒരു രാജകുമാരിയായിട്ട് കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ അടച്ചിരിക്കല്ല. ഈ രാജ്യത്തെ പൗരന്മാരെ മുഴുവൻ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അവർ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അവൾ എന്തെല്ലാം ഉപകാരം ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനെയൊരുവൾ തന്നെയാണ് എൻ്റെ ഭാര്യയാവേണ്ടത്. വെറുതെ കൃഷ്ണന്റെ പത്നിയായിട്ട് കൊട്ടാരത്തിൽ ഇരുന്നാൽ പോരാ. ആ യദുവംശത്തിലെ ദ്വാരകയിലുള്ള എല്ലാവർക്കും വേണ്ടപ്പെട്ടവളാവണം. ദ്വാരകയിൽ എന്നല്ല, അങ്ങ് ദൂരെ എവിടെയെങ്കിലും ഇരുന്ന് നാമം ജപിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അവർക്കും അവിടെ ചെന്ന് സേവ ചെയ്യുന്നവളാവണം എൻ്റെ ഭാര്യ. നന്നായി. ജനങ്ങളൊക്കെ ഈ കുട്ടറെ കൈപിടിക്കണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായും അങ്ങനെ ആവാം എന്ന് കൃഷ്ണൻ അവരോട് പറയുന്നു. രാവിലെയാണ് ദേവീക്ഷേത്രത്തിലേക്കുള്ള യാത്ര. എഴുത്തിൽ പറഞ്ഞിട്ടുണ്ട് അവിടെ നിന്നാണ് കൊണ്ടുപോരേണ്ടത്. യുദ്ധം ചെയ്യാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ വെച്ചാണ് അത് ചെയ്യേണ്ടത്. ക്ഷേത്രത്തിലേക്ക് രുക്മിണി ദേവി കൂട്ടുകാരോടൊപ്പം മൂടുപടമൊക്കെ ധരിച്ച് നടന്നങ്ങനെ പോയി. ചുറ്റിലും അനവധി ആൾക്കാര് ഒക്കെ അങ്ങനെ വടിയും കുന്തും വാളും ഒക്കെ പിടിച്ച് പടയാളികള്. ഈ തിരക്കിന്റെ ഇടയിലേക്ക് കൃഷ്ണൻ പോയില്ല. അത് കാരണം ഈ കൂട്ടരൊക്കെ പുറത്ത് കാത്തു നിന്നു. അകത്ത് ചെന്നപ്പോ ആ സ്ത്രീജനങ്ങള് രുക്മിണിയോട് പറഞ്ഞു, രുക്മിണി ഭഗവതിയെ നമസ്കരിക്കുക. കൃഷ്ണൻ ഇവിടെ എത്തിയിട്ടുണ്ടാവും, നിനക്ക് കൃഷ്ണന്റെ ആവണം, സംശയിക്കണ്ട കേട്ടോ. കഴുത്തിലെ താലി ഇറങ്ങുന്നില്ല. എല്ലാവരും രുക്മിണി ദേവിയെ അനുഗ്രഹിക്കുന്നുണ്ട്. പിന്നെ അവരോടൊപ്പം ക്ഷേത്രത്തിൽ നിന്ന് പുറത്തു കടന്നു. അവിടെ വലിയ മൈതാനാണ്. അനവധി പുരുഷന്മാർ അവിടെ വന്ന് നിൽക്കുന്നുണ്ട് എന്നുള്ളത് അവരുടെ ശബ്ദം കൊണ്ട് തന്നെ രുക്മിണിക്ക് മനസ്സിലാവുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ എവിടെയാവും എൻ്റെ കൃഷ്ണൻ? കൃഷ്ണൻ ഓടി വന്ന് ഇവിടെ നിന്നാണ് എൻ്റെ കൈപിടിച്ച് കൊണ്ടുപോവുക. കൃഷ്ണന് ഞങ്ങൾ ഈ 10-16 സ്ത്രീകളുള്ളത് ഏതാ രുക്മിണി എന്നറിയാൻ വല്ല വിഷമവും വരാൻ പാടില്ല അല്ലേ? എല്ലാവരും മൂടുപടമൊക്കെ ധരിച്ചിട്ടുണ്ടേ. ഓടി ഇങ്ങോട്ട് വന്നിട്ട് ഒരാളുടെ കൈപിടിച്ച് തേര് കയറ്റിക്കൊണ്ടുപോയി. കുറച്ച് ദൂരം കഴിയുമ്പോൾ ഞാനല്ല കേട്ടോ രുക്മിണി. അങ്ങനെ യുദ്ധം പറ്റാൻ പാടില്ലല്ലോ. അതുകൊണ്ട് തൻ്റെ കയ്യിലെ ആ രത്നമുദ്രോപശോഭിന രത്നമോതിരത്തെ ഒന്നങ്ങനെ പ്രത്യേകം കാണിച്ചുകൊണ്ട് കൂട്ടുകാരുടെ കൈ പിടിച്ചുകൊണ്ട് നടന്നു. ഈ കൈയാട്ടോ പിടിക്കേണ്ടത്, ഈ മോതിരട്ട കൈ. പക്ഷേ 4-5 ചുവട് നടന്നിട്ടും ഭഗവാൻ വന്നില്ല, കൈ പിടിച്ചില്ല. രുക്മിണിക്ക് പരിഭ്രമം. ഇവിടെ ഉണ്ടാവും, പിന്നെന്താ വരാത്തത്? ഒന്ന് കണ്ടാൽ തൻ്റെ ഹൃദയം മുഴുവൻ ഒരു നോട്ടം കൊണ്ട് പ്രാർത്ഥനയായിട്ട് നേരിട്ട് സമർപ്പിക്കായിരുന്നു. മുഖത്തേക്ക് വീട് കിടക്കുന്നതായിട്ടുള്ള മുടിച്ചുകളെ ചുരുളുകളെ മാറ്റാനെന്ന പോലെ മൂടുപടത്തിനകത്തേക്ക് കൈയൊന്ന് കിടത്തി വിരലുകൾക്കിടയിലൂടെ വന്നവരെ മുഴുവൻ കൂടി ഒന്ന് നോക്കിയത്രേ. ഒരു പ്രാർത്ഥനയോടെ, കൃഷ്ണ, ഞാൻ അങ്ങയുടെയാണ്, അങ്ങയ്ക്ക് സമർപ്പിച്ചതാണ് എന്നെ തന്നെ.
മറ്റൊരു പുരുഷന്റെ മുഖം എനിക്ക് കാണേണ്ടി വരരുതേ. ആ പ്രാർത്ഥന ഫലവത്തായി. രുക്മിണി അങ്ങോട്ട് നോക്കിയപ്പോ കണ്ടത് കൃഷ്ണനെ മാത്രം. ദദൃശിയെ അച്യുതം സാ, വീഴാതെ നിന്നവനെ കണ്ടു എന്ന് പറയുന്നത്. 1000 നാവുകളുടെ അനന്തരം പറഞ്ഞെത്തിക്കാൻ പറ്റുന്നതല്ല ശ്രീകൃഷ്ണ സൗന്ദര്യം. ആദ്യമായിട്ടാണ് കാണുന്നത്. കണ്ട മാത്രയില് രുക്മിണിയുടെ പ്രാണങ്ങളെല്ലാം കൃഷ്ണങ്കിലേക്ക് പറന്നു പോകുമോ എന്ന് തോന്നി. ഒരു നിമിഷം ഹൃദയമിടിപ്പ് നിന്നുപോയി, ശ്വാസോച്ഛ്വാസം നിന്നുപോയി. രുക്മിണി പകച്ചു നിൽക്കുമ്പോ പെട്ടെന്ന് ഭഗവാൻ ഓടി വന്ന് 2 കൈയും പിടിച്ച് തേരിലേക്ക് കയറ്റി നിർത്തി കൊണ്ടുപോയി. എന്തേ സംഭവിച്ചതെന്ന് രുക്മിണിക്ക് എന്നെ മനസ്സിലാവുന്നതിന് മുമ്പേ കൃഷ്ണന്റെ ആയിക്കഴിഞ്ഞു. രുക്മിണി തലതാക്കണം. ഭഗവാൻ ആ മുഖം പിടിച്ച് പൊന്തിച്ച് മൂടുപടമൊക്കെ മാറ്റി, ഞാനൊന്ന് കാണട്ടെ എന്റെ കുട്ടിയെ. രുക്മിണി വീണ്ടും മൂടുപടം മുന്നിലേക്ക് ഇടുന്നു. എന്റെ കുട്ടി, ഞാനൊന്ന് കാണട്ടെ എന്റെ മുഖം. രുക്മിണി വീണ്ടും മൂടുപടം മുന്നിലേക്ക് ഇടുന്നു. ഭഗവാൻ പറഞ്ഞു, ഇതൊക്കെ കുലസ്ത്രീകൾക്കുള്ള ധർമ്മമാണ്, ശരിയാണ്. ഭർത്താവിന്റെ മുമ്പിൽ പോലും മുന്നിലേക്ക് മൂടുപടം ഇടും. പക്ഷേ എൻ്റെ അടുത്തത് വേണ്ട. ആരാണ് ഈ പെണ്ണുങ്ങളുടെ മുഖം ഇങ്ങനെ മറച്ചു നടത്തുക? ഇവളുടെ മുഖം വേറെ ആരെങ്കിലും കണ്ടാൽ, ഇവള് വേറെ ആരുടെയെങ്കിലും മുഖം കണ്ടാൽ എങ്ങാനും തന്നെ വന്നിട്ട് അവന്റെ പിന്നാലെ പോയാലോ എന്ന് ചിന്തയുള്ളവര്, അവനവന്റെ മഹിമയില് ആത്മവിശ്വാസമില്ലാത്തവരാണ് പെണ്ണുങ്ങളുടെ മുഖം മറച്ചു നടത്തുക. എനിക്ക് ഒരു സംശയവുമില്ല, നീ എൻ്റെ ആയി, ഇനി നിനക്ക് എന്നെ വിട്ടു പോകാൻ പറ്റൂലേ? മൂടുപടമൊന്നും വേണ്ട. ഭഗവാൻ രുക്മിണിയെ കൊണ്ട് പോകാൻ തുടങ്ങുമ്പോൾ രുക്മിണി പറയണു, അയ്യോ ഭഗവാനെ, അവരൊക്കെ മഹാരസ്യപ്പെട്ട് കിടക്കുക കേട്ടോ, ആരും അറിയണില്ല ഇത്. ഇനി നാളെ അവര് പറയും, കാരസ്കാരത്തിൻ കുറിപ്പ് ആലിലിട്ടാൽ കാലാന്തരെ കയ്പ് ശമിപ്പതുണ്ടോ, കട്ടോണ്ട് പോയി എന്ന് പറയും. വേണോ? അവരൊക്കെ കാണുക കൊണ്ടുപോയാൽ പോരെ, ഞാൻ എഴുത്തിൽ എഴുതിയിരുന്നതല്ലേ. ആണോ? ശരി, എന്നാ അവരെ എഴുന്നേൽപ്പിക്കുക. ഞാനോ? ആ, നീയല്ലേ എഴുതിയത്, നീ തന്നെ എഴുന്നേൽപ്പിക്കുക. അയ്യോ എന്റെ ഭഗവാനെ, എന്റെ ഒരു നോട്ടം കൊണ്ട് അവര് വീണു, ഒന്നും കൂടി നോക്കിയാൽ ചത്തുപോയാ. ഇല്ല രുക്മിണി, ഞാനല്ലേ പറയണേ. നേരത്തെ നോക്കിയത് കൃഷ്ണന്റെ മാത്രം ആവാൻ കൊതിച്ച രുക്മിണി, ഇപ്പൊ നോക്കണത് കൃഷ്ണന്റെ രുക്മിണി. വ്യത്യാസമുണ്ട്, നീ ഒന്ന് നോക്കവരെ. രുക്മിണി ദേവി ഭഗവാന്റെ മുഖത്തേക്ക് തന്നെ നോക്കി. ആ കണ്ണുകളിൽ നിന്ന് വഴിഞ്ഞൊഴുകുന്നതായിട്ടുള്ള അമൃതത്തെ തന്റെ കണ്ണുകളിലേക്ക് ശേഖരിച്ച് എല്ലാവർക്കും വിതരണം ചെയ്യുന്നത് പോലെ, തീർത്ഥം തളിക്കുന്നത് പോലെ എല്ലാവരും ഒന്ന് നോക്കിയപ്പോ സകലരും എഴുന്നേറ്റു. ആഹാ, കാണേണ്ട കാഴ്ചയല്ലേ കാണുന്നത്. ഭഗവാനും രുക്മിണി അടുത്തടുത്ത് അങ്ങനെ നിൽക്കണു. കുറച്ച് മുരളീധരൻ തന്റെ തൃക്കൈയിലേന്തിയ ഒരു മുളം തണ്ടാണെന്റെ ജന്മം. മുരളീധരാ നിന്റെ അധരങ്ങൾ ചുംബിക്കും ഒരു മുളം തണ്ടാണെന്റെ ജന്മം. കൃഷ്ണകരാങ്കുലി സ്പർശനമേകിടും ഒരു മുളം തണ്ടാണെന്റെ ജന്മം. കൃഷ്ണാധരാമൃത സ്പന്ദനമൊഴുകിടും ഒരു മുളം